ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഒരു എൻജിൻ വർക്ക് കഴിഞ്ഞ വണ്ടിയിൽ നാം ശ്രദ്ധിക്കേണ്ട ചില ടിപ്സാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വണ്ടിയിലെ എൻജിൻ ഓയിലാണ്. അതായത് 500 മുതൽ 750 കിലോമീറ്ററിനുള്ളിൽ നമ്മൾ എൻജിൻ വർക്ക് ചെയ്തിട്ടുള്ള വണ്ടിയിലെ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടതാണ്. അതായത് ഒരു കാരണവശാലും നോർമൽ എൻജിൻ ഓയിൽ ചേഞ്ചിങ് പീരീഡ് ആയിട്ടുള്ള 2500-3000 കിലോമീറ്റർ ആ ഒരു റേഞ്ചിൽ ഒരു കാരണവശാലും ഓടാൻ വേണ്ടി പാടില്ല. ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ പുതിയൊരു എൻജിൻ വർക്ക് കഴിഞ്ഞിട്ടുള്ള എൻജിനിലെ പുതിയ പിസ്റ്റൺ സിലിണ്ടർ ഇത് തമ്മിലുള്ള ഘർഷണം കുറച്ച് കൂടുതലായിരിക്കും. അതായത് ആ ഒരു വർക്കിംഗ് സ്മൂത്ത് ആയിരിക്കില്ല, കുറച്ച് ടഫായിരിക്കും. അപ്പോൾ ഓൾറെഡി പഴയ അവരുടെ കുറച്ച് ഓടിയ ഒരു എൻജിനിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് ഹീറ്റ് അധികം വരും. അപ്പോൾ ഹീറ്റ് അധികം വരുമ്പോൾ നമ്മുടെ എൻജിൻ ഓയിലിലെ വിസ്കസിറ്റി പെട്ടെന്ന് കുറയാൻ ചാൻസ് ഉണ്ട് ഓവർ ഹീറ്റ് ആകുമ്പോൾ. അപ്പോൾ ആ ഒരു ഇത് കുറക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പീരീഡ് നമ്മൾ കുറക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി പുതിയൊരു ഓയിൽ ഒരു 750 കിലോമീറ്ററിൽ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എൻജിന് ഒരു സ്മൂത്ത് കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ഒരു പുതിയൊരു എൻജിൻ സെറ്റായി വരേണ്ട ടൈം നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കൂടാതെ നമ്മുടെ എൻജിൻ ഹെഡിലെ വാൾവ് സീറ്റിംഗ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പുതിയ പിസ്റ്റണിൻ്റെ ചെറിയ മെറ്റൽ പാർട്സ് തരിതരികൾ റിമൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ എത്രയും പെട്ടെന്ന് നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പറയുന്നത്. ഈ ഒരു ഓയിൽ ഫിൽറ്ററിൽ തന്നെ നമുക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കും നേരത്തെ പറഞ്ഞിട്ടുള്ള ചെറിയ തരികളായിട്ടുള്ള മെറ്റൽ പാർട്സ്. ഇനി രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് എന്തെന്ന് വെച്ചാൽ വണ്ടിയുടെ സ്പീഡാണ്. അതായത് എൻജിൻ വർക്ക് കഴിഞ്ഞിട്ടുള്ള ഏതൊരു വണ്ടിയും മിനിമം ഒരു 40 to 50 ആ ഒരു ഇക്കോ മോഡിൽ മാത്രമേ വണ്ടി ഓടിക്കാൻ വേണ്ടി പാടുള്ളൂ. കാരണം എന്തെന്ന് വെച്ചാൽ ഓവർ സ്പീഡ് വണ്ടിയുടെ എൻജിൻ്റെ ലൈഫിനെയും വണ്ടിയുടെ ആ ഒരു ബിഗിനിങ് സ്റ്റേജായിട്ടുള്ള ആ ഒരു റിഫൈൻമെൻറ്റിനെയും തീർച്ചയായിട്ടും ഇത് കുറക്കാനുള്ള ഇടയുണ്ട് ഓവർ സ്പീഡ്. അതുകൊണ്ടാണ് 50 km/h സ്പീഡിൽ താഴെ മാത്രം വണ്ടി ഓടിക്കാൻ വേണ്ടി പറയുന്നത്. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ലോങ് ഡ്രൈവ്, അതായത് ഒറ്റ സ്ട്രെച്ചിൽ 200-300 കിലോമീറ്ററൊന്നും വണ്ടി പെട്ടെന്ന് ഓടിക്കാൻ വേണ്ടി പാടില്ല. കാരണം വെച്ചാൽ വണ്ടിക്ക് അത്യാവശ്യം റെസ്റ്റ് കൊടുക്കണം. ആ ഒരു ഹീറ്റിങ് ഒന്ന് ലെവൽ ചെയ്ത്, അതായത് ഹീറ്റ് കുറഞ്ഞ് വരണമെങ്കിൽ ആ ഒരു ടൈം കൊടുക്കണം. അതായത് റെസ്റ്റ് ചെയ്തിട്ടുള്ള വണ്ടിയുടെ ഓട്ടമായിരിക്കും വണ്ടിയുടെ എൻജിന് ഏറ്റവും ബെനിഫിറ്റായിട്ട് വരിക. അതുകൊണ്ട് തീർച്ചയായും ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് വണ്ടിയിലെ നോർമലി കമ്മ്യൂട്ടർ ബൈക്കെല്ലാം 2 വാൾവാണ് വരിക. അതിൽ ചില വണ്ടികൾ 3 വാൾവ് ആ റേഞ്ചിൽ വരും. ഇപ്പം എൻ്റെ ഇത് പഴയ ഒരു മോഡൽ വണ്ടിയാണ്, അതിൽ തന്നെ 3 വാൾവാണ് വരുന്നത്. അപ്പോൾ ആ ഒരു വാൾവ് സെറ്റിങ്, അതായത് എൻജിൻ വർക്ക് കഴിഞ്ഞിട്ട് ചെറിയൊരു വാൾവ് സെറ്റിങ്ങിൽ ചെറിയൊരു മിസ്റ്റേക്കോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ ചെറിയൊരു ടിക് ടിക് സൗണ്ട് വരും. അപ്പോൾ ആ ഒരു സൗണ്ട് വെച്ചിട്ട് ഒരു കാരണവശാലും വണ്ടി ഓടിക്കാൻ വേണ്ടി പാടില്ല. ഓക്കെ, അത് എത്രയും പെട്ടെന്ന് ആ ഫസ്റ്റ് ഓയിൽ ചേഞ്ച് ചെയ്യുന്ന ടൈം തന്നെ പറഞ്ഞ് ക്ലിയറാക്കി സെറ്റാക്കണം. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യൂവേഴ്സ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.